അടുത്ത് നമ്മൾ നാഥ്ലാ പാസിനൊക്കെ ശേഷം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അസാധാരണമായ അനുഭവങ്ങളും ആദരവുകളും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരാളെ ദൈവമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി അടുത്ത് പോകുന്നത്. ബാബ ഹർഭജൻ സിംഗ് മന്ദിരം. 1965-68 കാലയളവിൽ പഞ്ചാബ് റെജിമെൻറ്റിൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഓഫീസറായിരുന്നു ബാബ ഹർഭജൻ സിംഗ്. बाबाजी जब जिंदा थे उस टाइम ड्यूटी करते थे. ठीक है जी. का एक्चुअल कहानी ऐसा है, बाबाजी 1966 में फौज में भर्ती हुए थे. ओकलाम में रहती थी, आगे पूरा चाइना मतलब जीरो लाइन पे. ഇന്ത്യ ചൈന ബോർഡറായ നാഥ്ലാ പാസിന് സമീപം ഡ്യൂട്ടിക്കിടെ ഒരു ദിവസം അദ്ദേഹത്തെ കാണാതാവുകയും ഇന്ത്യൻ ആർമി അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് തെരച്ചിലുകൾ നടത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു വിവരം തന്നെ സഹപ്രവർത്തകർക്കോ ഇന്ത്യൻ ആർമിക്കോ കിട്ടിയിരുന്നില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് സഹപ്രവർത്തകരിൽ ഒരാളുടെ സ്വപ്നത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും താൻ കാലിടറി മഞ്ഞു വീണ മലഞ്ചെരുവിലേക്ക് വീഴുകയാണുണ്ടായതെന്നും തൻ്റെ ഭൗതിക ശരീരം വെള്ളത്തിലൂടെ ഒഴുകി 2 കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലത്താണുള്ളതെന്നും അദ്ദേഹം സ്വപ്നത്തിൽ അറിയിച്ചു. ഇതേ തുടർന്ന് ഇന്ത്യൻ ആർമി അദ്ദേഹം പരാമർശിച്ചിട്ടുള്ള സ്ഥലം സന്ദർശിക്കുകയും അവിടെ തെരച്ചിൽ ആർജവമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പലരുടെയും സ്വപ്നത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഉപദേശം പലർക്കും നല്ല അനുഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നത്. ചൈന ഇന്ത്യക്ക് നേരെ നടത്തുന്ന പല നീക്കങ്ങളും ബാബ ഹർഭജൻ സിംഗ് സ്വപ്നത്തിലൂടെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഇത് പ്രകാരം ഈ അടുത്ത കാലം വരെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന മരണശേഷവുമുള്ള ഒരാളായി മാറിയിരുന്നു ബാബ ഹർഭജൻ സിംഗ്. ഇന്ത്യ ചൈന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ ഭാഗത്ത് മുൻനിരയിൽ അദ്ദേഹത്തിന് തന്നെ ഒരു കസേര ഒഴിച്ചിടുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചൈന അതിർത്തിയിൽ രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരാൾ ഡ്യൂട്ടി ചെയ്യുന്നതായി ചൈന ആർമിക്കാർ കണ്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി നേരിട്ട് നടത്തുന്ന ഒരു മന്ദിരം കൂടിയാണ് ഇത്. ഇതാണ് ബാബ മന്ദിർ. ഇത് ന്യൂ ബാബ മന്ദിർ. ഓൾഡ് ബാബ മന്ദിർ ഉണ്ട് കുറച്ച് അപ്പുറത്താണ്. അവിടെ പാസ് വേണമെന്ന് പറഞ്ഞു. इसका जो वीडियो मैं पहली बार देखा है ना. साउंड आ रहा है ना. मेरे वीडियो बनाओगे सही താങ്ക് യു. അടുത്ത് നമ്മൾ ഇനി കാണാൻ പോകുന്ന സിക്കിമിലെ ലേക്കുകളാണ്. അപ്പോൾ ഇനി അത് അടുത്ത വീഡിയോയിൽ കാണാം.